സോളാർ വെക്കുന്നതിലൊരു പുതിയ നിയമം വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ സോളാർ വെക്കുന്നത് അത്ര ലാഭകരമല്ല എന്നൊരു ന്യൂസ് എയറിലുണ്ട്. എന്താണ് സംഗതി എന്ന് നമുക്ക് നോക്കാം. 3 കിലോ വാട്ടിന് മുകളിൽ സോളാർ വെക്കുന്നവർക്ക് ബില്ലിംഗ് രീതി ഇനി നെറ്റ് മീറ്ററിംഗിൽ നിന്ന് നെറ്റ് ബില്ലിംഗിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിയമം വന്നിട്ടില്ല, കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് KCB ബില്ല് ചെയ്യുന്നത് നെറ്റ് മീറ്ററിംഗ് പോളിസി പ്രകാരമാണ്. നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച സോളാർ വൈദ്യുതി വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം എത്ര യൂണിറ്റ് ആണോ KCBയിലേക്ക് കൊടുക്കുന്നത് അത്രയും യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തിരിച്ചെടുക്കാം. ഒരു ഉദാഹരണം നോക്കാം. ഒരു മാസം നിങ്ങൾ സോളാറിൽ നിന്ന് 500 യൂണിറ്റ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ശേഷം 300 യൂണിറ്റോളം നിങ്ങൾ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. രാത്രി കാലങ്ങളൊക്കെ ആയിട്ട് KCBയിൽ നിന്ന് 350 യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ബിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് യൂണിറ്റ് മൈനസ് എക്സ്പോർട്ടഡ് യൂണിറ്റ്. 350 മൈനസ് 300, അതായത് 50 യൂണിറ്റ്. 50 യൂണിറ്റ് ഇൻറ്റു 8, 400 രൂപയായിരിക്കും നിങ്ങളുടെ കറണ്ട് ബിൽ. എന്നാൽ ഇതേ വ്യക്തിക്ക് നെറ്റ് ബില്ലിംഗ് രീതിയിലാണെങ്കിൽ എത്ര കറണ്ട് ബില്ല് വരുമെന്ന് നമുക്ക് നോക്കാം. എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിന് ഏകദേശം 2 രൂപ നിരക്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിന് ഏകദേശം 8 രൂപ നിരക്കിലുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 300 ഇൻറ്റു 2 600 രൂപ, 350 ഇൻറ്റു 8 2800 രൂപ. അപ്പോൾ കറണ്ട് ബില്ല് 2800 മൈനസ് 600 2200. അതായത് നെറ്റ് മീറ്ററിംഗ് വഴി 400 രൂപയാണെങ്കിൽ നെറ്റ് ബില്ലിംഗ് വഴി അത് 2200 രൂപയായിരിക്കും. ഇനി നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സണ്ണി ഡേ സോളാറിനെ കോൺടാക്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഏത് ബില്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക.